ഇടുക്കി പരുന്തുംപാറയിൽ കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടി ഇല്ലാതാക്കാൻ പണിത കുരിശ് പൊളിച്ച നടപടിക്കെതിരെ കത്തോലിക്ക മുഖപത്രം ദീപികയിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശത്തിലേക്കാണ്. പൊളിച്ച കുരിശ് മാത്രമാണോ അനധികൃത നിർമ്മാണമെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല എന്ന് ലേഖനത്തിൽ പറയുന്നു. സർക്കാർ ഭൂമി കയ്യേറിയ സജിത് ജോസഫിനെ ലേഖനത്തിൽ ന്യായീകരിക്കുന്നുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, വളരെ വിശദമായൊരു ലേഖനമാണ് എന്ന് തോന്നുന്നു. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യമടക്കം എന്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം ഉള്ളത്? അനുജ വളരെ വിശദമായിട്ടാണ് ഈ ദീപികയിൽ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഈ കുരിശ് പൊളിച്ച നടപടിയെ കഠിനമായി തന്നെ വിമർശിക്കുകയാണ്. കയ്യേറ്റം എന്ന പേരിൽ കുരിശ് പൊളിച്ചതിൽ ദുരൂഹതയുണ്ട് എന്നാണ് ഈ ലേഖനത്തിൽ പരാമർശിക്കുന്നത്. പരുന്തുംപാറയിൽ വ്യാപക കയ്യേറ്റമാണെന്ന് റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ പറയുമ്പോഴും ഈ കുരിശ് മാത്രം പൊളിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം കൂടിയും ഈ ലേഖനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. പൊളിച്ച കുരിശ് മാത്രമാണോ അനധികൃത നിർമ്മാണമെന്ന് റവന്യൂ വകുപ്പ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെയിരിക്കെ എന്തുകൊണ്ടാണ് ഈ കുരിശ് പൊളിക്കാൻ ഇത്ര ധൃതി കാണിച്ചത്? ചില മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് അത് തത്സമയ സംരക്ഷണം നടത്തി എന്തിനാണ് ഇത്ര പ്രഹസനം നടത്തിയതെന്നടക്കമുള്ള രൂക്ഷമായ രീതിയിലുള്ള വിമർശനമാണ് ഈ കുരിശ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, ഈ സർക്കാർ ഭൂമി കയ്യേറി വലിയ ബഹുനില കെട്ടിടങ്ങൾ പെടുന്ന സജിത്ത് ജോസഫിനെയും ഈ ലേഖനത്തിൽ വലിയ രീതിയിൽ ന്യായീകരിക്കുന്നുണ്ട്. കാരണം വിശദമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സജിത്ത് ജോസഫ് അവിടെ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് സജിത്ത് ജോസഫ് ഈ സ്ഥലം 2021 വാങ്ങുന്നതും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തത്. ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താതെ ഈ പട്ടയ സ്ഥലം കാശ് കൊടുത്തു വാങ്ങിയ സാധാരണക്കാരായ ആളുകളുടെ മെക്കിട്ട് കയറുന്ന എന്തിനാണെന്നടക്കമുള്ള വിമർശനങ്ങൾ ഈ ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. ശരി, പരുന്തുംപാറയിലെ കയ്യേറ്റമൊഴിപ്പിക്കലിലാണ് സർക്കാരിന് രൂക്ഷ വിമർശനവുമായി ദീപിക ലേഖനം വന്നിട്ടുള്ളത്. കത്തോലിക്ക സഭയുടെ മുഖപത്രമാണ് ദീപിക. പൊളിച്ച കുരിശ് മാത്രമാണോ അനധികൃത നിർമ്മാണം എന്ന ചോദ്യം ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. യാഥാർത്ഥ്യം എന്ത് എന്നതൊക്കെ വിശദമാക്കുന്ന വളരെ വിശദമായൊരു ലേഖനമാണ്. പട്ടയമുള്ള അല്ലെങ്കിൽ നിയമപരമായി തന്നെ വാങ്ങിയ ഭൂമിയാണ് എന്ന് സജിത് ജോസഫിന് ന്യായീകരണവുമുണ്ട് ലേഖനത്തിൽ.